ബി ഗോപാലകൃഷ്ണൻ, പുരോഹിതന്മാർക്കിടയിലും ചില വിവരദോഷികൾ ഉണ്ടാവുമെന്ന് ഈ ഘട്ടത്തിൽ അദ്ദേഹം പറയാനുള്ള കാരണം ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിൽ ക്രൈസ്തവ സഭ കൂടെ നിന്നില്ല എന്ന തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കില്ല. എന്തൊക്കെയോ അദ്ദേഹം പ്രതീക്ഷിച്ചു, പക്ഷെ അതുണ്ടായില്ല. ആ ഒരു പശ്ചാത്തലത്തിലായിരിക്കില്ല ഈ വിമർശനം വന്നത്, അല്ലേ? അതുമാത്രമല്ല, പിണറായി വിജയൻ്റെ സമനില തെറ്റിയിരിക്കുകയാണ്. ഞാൻ താങ്കളുടെ ചോദ്യത്തിന് മറുപടി പറയാം. അതിനു മുമ്പ് പാണ്ഡ്യാല ഷാജി പറഞ്ഞ ഒരു കാര്യത്തിനോടൊന്ന് പ്രതികരിച്ചോട്ടെ. എൻ്റെ പ്രിയപ്പെട്ട ഷാജി, കേരളത്തിലെ ജനങ്ങൾക്ക് പറ്റിയ ഇന്നത്തെ അപകടം എന്ന് പറയുന്നത് ഈ പിണറായി വിജയനെ പോലെയുള്ള മൂന്നാംകിട മാടമ്പിമാരായ മാർക്സിസ്റ്റ് നേതാക്കന്മാരെ കേരളം നെഞ്ചിലേറ്റി എന്നുള്ളതാണ്. കമ്മ്യൂണിസത്തെ കേരളം നെഞ്ചിലേറ്റി എന്നുള്ളതാണ് കേരളത്തിലെ ഏറ്റവും വലിയ അപകടം. കേരളത്തിലെ ജനങ്ങൾക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം ഈ മൂന്നാംകിട രാജ്യവിരുദ്ധരായ മാർക്സിസ്റ്റ് നേതാക്കന്മാരെ, കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെ അവർ ഹൃദയത്തോട് ചേർത്ത് വെച്ച് കേരളത്തിലെ നേതാക്കന്മാരായി ഉയർത്തിക്കൊണ്ടുവന്നു എന്നുള്ളതാണ് കേരളീയ ജനതയ്ക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം. അതുകൊണ്ട് നാൾക്ക് നാൾ കേരളം താഴുകയാണ്, അഗാധഗർത്തത്തിലേക്ക് കടബാധ്യതയിൽ താഴുകയാണ്, അഴിമതിയിൽ താഴുകയാണ്, സ്വജനപക്ഷാപാതത്തിൽ താഴുകയാണ്. എന്തിന്? ഏറ്റവും വലിയ ലോകം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണിയായ ഇസ്ലാമിക് ഭീകരതയിൽ ഈ കേരളം വല്ലാതെ വരിഞ്ഞു മുറുകയാണ്. നിങ്ങൾ മനസ്സിലാക്കിയില്ലേ എന്താണ് ഈ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചത്? മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവായ വടകരയിലെ ടീച്ചർ, വടകരയിൽ മത്സരിച്ച ടീച്ചറെ സംബന്ധിച്ചിടത്തോളം അത് CPM-ൻ്റെ ഒരു സൗമ്യമുഖമാണ് എന്നാണ് അവർ അവതരിപ്പിച്ചത്. പക്ഷേ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഉള്ളിലുള്ള മുസ്ലിം വ്യക്തികൾ പോലും, സഖാക്കന്മാർ പോലും, മുസ്ലിം സഖാക്കന്മാർ പോലും അവരുടെ മതപരമായ തീക്ഷ്ണമായ വർഗീയത കൊണ്ട് മുസ്ലിം ഭീകരതയോടൊപ്പം നിലനിന്ന് അവർ ജയിപ്പിച്ചത് മുസ്ലിം നാമധാരിയായ UDF-നെയാണ്. നിങ്ങളായിരുന്നല്ലോ പാകിസ്ഥാന് വേണ്ടി വാദിച്ചത്, നിങ്ങളായിരുന്നല്ലോ ഇസ്രയേലിനെതിരെ കൊമ്പ് കോർത്തത്, നിങ്ങളായിരുന്നല്ലോ പാലസ്തീൻ ഐക്യദാർഢ്യ പ്രക്ഷോഭം സംഘടിപ്പിച്ചത്. നിങ്ങൾ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലായിരുന്നല്ലോ ഇന്ത്യയിൽ മുസ്ലിങ്ങൾ രണ്ടാംകിട പൗരന്മാരാണെന്നും നിങ്ങളെ ചേർത്ത് പിടിക്കാൻ ഞങ്ങളുണ്ട് എന്ന് പ്രഖ്യാപിച്ചതും. പക്ഷെ എന്താണ് സംഭവിച്ചത് പ്രിയപ്പെട്ടവരെ? എന്താണ് സംഭവിച്ചത് എന്ന് ഈ നാട്ടിലെ ജനങ്ങൾ അറിയുവാൻ വേണ്ടിയാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് CPM-ലെ ഹിന്ദുക്കൾ അറിയാൻ വേണ്ടി. നിങ്ങൾ മനസ്സിലാക്കണം, മുസ്ലിം വർഗീയതയെ പരമാവധി തീപിടിപ്പിക്കാൻ ശ്രമിച്ച പിണറായിയോടൊപ്പമല്ല അവർ നിന്നത്. വടകരയിൽ അവർ ടീച്ചർക്കല്ല വോട്ട് ചെയ്തത്, വടകരയിൽ അവർ വോട്ട് ചെയ്തത് മുസ്ലിം നാമധാരിക്കാണ്. അവർക്കറിയാം പിണറായി വിജയൻ്റെ ഇടതുപക്ഷത്തിന് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന്. അതുകൊണ്ട് അവർ കൂട്ടത്തോടെ UDF-ന് വോട്ട് ചെയ്തു. പക്ഷേ മുസ്ലിം വർഗീയതയ്ക്കെതിരെ, മുസ്ലിം മത ഭീകരവാദികൾക്കെതിരെ ശബ്ദമുയർത്തിയ, പ്രതികരിച്ച പാവപ്പെട്ട SNDP-ക്കാർ, പാവപ്പെട്ട ദളിത് വിഭാഗക്കാരൻ അവരെ അവഗണിച്ചു, അവരെ മാറ്റി നിർത്തി. അവർക്കെതിരെ മുദ്രാവാക്യം മുഴക്കാൻ ഇടതുപക്ഷം തന്നെ തയ്യാറായി. അഭിമന്യുവിൻ്റെ കാര്യം കൊണ്ട് തന്നെ നമുക്കത് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. പക്ഷേ ക്രമേണ CPM-ലെ ഹിന്ദുക്കൾ അത് തിരിച്ചറിയുന്നു. അതിൻ്റെ തെളിവാണ് 1,00,000 വോട്ടാണ് ആലപ്പുഴയിൽ കുറഞ്ഞത്. പിണറായിയുടെ പാറപ്പുറത്തും അതുപോലെ പിണറായിയുമായി ബന്ധപ്പെട്ട കണ്ണൂർ ജില്ലയിലെ മറ്റു പല സ്ഥലങ്ങളിലും വോട്ടുകൾ കുറഞ്ഞു എന്ന് നേരത്തെ ചൂണ്ടിക്കാണിച്ചല്ലോ. അതുമാത്രമല്ല, ഇന്ന് BJP 2ാം സ്ഥാനത്തെത്തിയിട്ടുള്ള 11 മണ്ഡലങ്ങളും ഇടതുപക്ഷത്തിൻ്റെ മണ്ഡലങ്ങളാണ്. 2019-നെ അപേക്ഷിച്ച് 2% വോട്ട് കുറവാണ്. ഇതാണ് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇന്നവർ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ വൈതരണി. SFIയുടെ നേതൃത്വം ഈ ഇസ്ലാമിക് ഭീകരവാദികളായിട്ടുള്ള വിദ്യാർത്ഥികളാണ്.
അതുകൊണ്ടാണ് അവർ സരസ്വതിയുടെ നഗ്നചിത്രം വരച്ചു വെക്കുന്നത്. അതുകൊണ്ടാണ് അവർ അയ്യപ്പനെ ഗോപ്യമായ രീതിയിൽ അയ്യപ്പൻ്റെ ആ ഒരു ചിത്രം വരച്ച് അസഭ്യമായ രീതിയിൽ അവരത് എഴുതി വെക്കുന്നത്, അവരത് വരച്ചു വെക്കുന്നത്. ഭാരതമാതാവ്, ആ ഭാരതമാതാവിനെ ഒരു വേശ്യപ്പെണ്ണ് എന്ന് ചിത്രീകരിച്ച് മാഗസീൻ ഇറക്കുന്നത്. ഇവിടെയെല്ലാം മൗനമാണ് ഇടതുപക്ഷം ചെയ്യുന്നത്. പക്ഷെ എന്ത് സംഭവിച്ചു? ഇടതുപക്ഷത്തിനെതിരായി ഈ ഇസ്ലാമിക ഭീകരവാദികൾ അതിശക്തമായ പോരാട്ടത്തിന് ഈ ഇസ്ലാമിക ഭീകരവാദികൾ ഇടതുപക്ഷവുമായി ചേർന്ന് പോരാട്ടത്തിന് തയ്യാറാവുന്നതിൻ്റെ കൂടെ ഇടതുപക്ഷത്തെ ഇല്ലാതാക്കാനും ശ്രമിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് ഈ ചർച്ചയിൽ പറയാനുള്ളത്, പാണ്ഡ്യാല ഷാജി ഏറ്റവും വലിയ അപകടം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്, മാർക്സിസ്റ്റ് പാർട്ടിയാണ് കേരളത്തെ തകർക്കുന്നത്. അതുകൊണ്ട് ഈ കേരളത്തിൻ്റെ തകർച്ചയിൽ നിന്ന് കേരളത്തെ രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഈ മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് അധികാരം ദേശീയധാരയായ BJP-യിലേക്ക് പോകണം. അത് കേരളത്തിൽ സുഗന്ധമേ പരത്തൂ, യാതൊരു സംശയവുമില്ല. നിങ്ങൾ കണ്ടിട്ടില്ലേ, സ്റ്റാലിൻ ആയാലും അതുപോലെ മാർക്സ് ആരായാലും ഇവരുടെയൊക്കെ ശരീരഭാഷ ശ്രദ്ധിക്കണം. നിങ്ങൾ പിണറായി വിജയൻ്റെ ശരീരഭാഷ സ്റ്റാലിൻ്റെ ശരീരഭാഷയാണ്. സ്റ്റാലിൻ മേൽപോട്ടാണ് തലമുടി ചെയ്യുക, പിണറായി വിജയന് മേൽപോട്ടാണ് തലമുടി ചെയ്യുക. സ്റ്റാലിൻ്റെ ശരീരഭാഷയാണ് പിണറായിയുടെ ശരീരഭാഷ. അതുകൊണ്ട് ഈ സമൂഹത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഈ ഇടതുപക്ഷത്തോടൊപ്പം ഈ കേരളത്തെ വഞ്ചിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ പാർട്ടി ഒട്ടും ഒരു ഇഞ്ച് പോലും ഇനി മുന്നോട്ട് പോകില്ല. ഇടതുപക്ഷത്തെക്കാൾ കൂടുതൽ വോട്ട് ചോർച്ച ഇന്ന് കോൺഗ്രസിനാണ്. പക്ഷെ അതേ സമയത്ത് 4% വോട്ട് വർധനവ് നരേന്ദ്രമോദി നയിക്കുന്ന BJP-ക്കാണ്. കാലം കാത്തുവച്ചിരിക്കുന്ന മറുപടിയാണ് പിണറായിക്ക് കിട്ടിയിരിക്കുന്നത്. കാലം കാത്തുവച്ചിരിക്കുന്ന അമൂല്യമായ സമ്പത്ത് അത് ഈ കേരളത്തെ രക്ഷിക്കാൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് നൽകുകയായിരുന്നു. സുരേഷ് ഗോപിയിലൂടെ കേരളത്തിലെ വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള വിജയം മാത്രമല്ല, കോൺഗ്രസും CPM-ഉം നാളെ ഒന്നാവാൻ പോവാ. ഞാൻ നിർത്താൻ പോവാ. കോൺഗ്രസും CPM-ഉം നാളെ ഒന്നാവാൻ പോവാ. ബംഗാളിൽ ഒന്നായപ്പോൾ CPM-ന് വട്ടപൂജ്യവും കോൺഗ്രസിന് ഒരു സീറ്റും കിട്ടി. നാളെ കോൺഗ്രസും ഈ CPM-ഉം ഒന്നാവാൻ പോകുന്ന കേരളം, ആ കേരളം യാതൊരു സംശയവുമില്ല ത്രിപുര പോലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ വെന്നിക്കൊടി പാറുന്ന ഒരു സംസ്ഥാനമായി മാറാൻ പോകുകയാണ്. അതായിരിക്കും കേരളത്തിൻ്റെ ഭാഗ്യം. അല്ലാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണം കേരളത്തിന് ഭാഗ്യമല്ല. BJP-യുടെ ഭരണവും BJP-യുടെ വളർച്ചയുമാണ് കേരളത്തിന് ഭാഗ്യം. അതൊരിക്കലും കേരളത്തിന് അപകടമല്ല എന്ന് മാത്രം പറഞ്ഞ് ഞാൻ നിർത്തുന്നു.